ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ എക്കാലത്തും അസ്ഥിരതയുടെ നിഴലിൽ നിർത്തുന്ന ഒന്നാണ് പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്ന കനത്ത യുദ്ധ സാഹചര്യം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള അപ്രമാദിത്വം സ്ഥാപിക്കാനുള്ള തന്ത്രപരമായ പോരാട്ടമാണ്. ആധുനിക യുദ്ധമുറകളിൽ കേവലം സൈനികരെ വധിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ശത്രുവിൻ്റെ ആശയവിനിമയ സംവിധാനങ്ങളെയും സാമ്പത്തിക സൈനിക സ്രോതസ്സുകളെയും തകർക്കുന്നതിലാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉപഗ്രഹ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, മിസൈൽ വിക്ഷേപണ പ്രതിരോധ കേന്ദ്രങ്ങൾ, സൈനിക ഇന്ധന സംഭരണശാലകൾ എന്നിവയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഭീഷണികൾ അതീവ ഗൗരവത്തോടെ വീക്ഷിക്കപ്പെടുന്നത്. ശത്രുവിൻ്റെ വ്യോമ ഭീഷണികളെ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന ഉപഗ്രഹ സംവിധാനങ്ങളെ നിശ്ചലമാക്കുക വഴി ഒളിപ്പോരുകളുടെയും അപ്രതീക്ഷിത ആക്രമണങ്ങളുടെയും വേഗത വർദ്ധിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ യുദ്ധസമയത്ത് സൈനിക വാഹനങ്ങൾക്ക്, പോർവിമാനങ്ങൾക്കും ജീവനാഡിയായി പ്രവർത്തിക്കുന്ന ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നത് ശത്രുവിൻ്റെ പ്രതിരോധശേഷിയെ പകുതിയായി കുറയ്ക്കും. ഇത്തരം തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഭൗതികമായ നാശനഷ്ടങ്ങൾക്കപ്പുറം വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും ഭയവും ശത്രു ക്യാമ്പിൽ സൃഷ്ടിക്കുകയെന്നതാണ് ഇറാൻ അടക്കമുള്ള പ്രതിരോധ സഖ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. ഗൾഫ് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്തുന്നതിനായി ദശാബ്ദങ്ങളായി അമേരിക്ക പടുത്തുയർത്തിയ സൈനിക കോട്ടകൾ പലതും ഇപ്പോൾ ഈ തന്ത്രപരമായ നീക്കങ്ങളുടെ പരിധിയിലാണ്. കുവൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പ് അരിഫ് ജാൻ, അലി സൽ സലൈം വ്യോമതാവളം എന്നിവ അമേരിക്കൻ സൈന്യത്തിൻ്റെ പശ്ചിമേഷ്യൻ പ്രവർത്തനങ്ങളുടെ പ്രധാന ഹബ്ബുകളാണ്. 10,000-കണക്കിന് US സൈനികർക്ക് താമസ സൗകര്യവും യുദ്ധവിമാനങ്ങൾക്കാവശ്യമായ സാങ്കേതിക സഹായങ്ങളും നൽകുന്നത് ഈ കേന്ദ്രങ്ങളാണ്. ഇതിനേക്കാൾ എല്ലാം ഉപരിയായി ഭൗമരാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് ബഹ്റൈൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പട. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കടൽപ്പാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്കിൻ്റെ സുരക്ഷയും ആഗോള എണ്ണ വിതരണത്തിൻ്റെ സുഗമമായ ഒഴുക്കും നിയന്ത്രിക്കുന്നത് ഈ 5ാം കപ്പൽപ്പടയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന ഈ പാതയിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് മേധാവിത്വമുള്ളത് ഇറാന്റെ പ്രാദേശിക താൽപ്പര്യങ്ങൾക്ക് വലിയൊരു തടസ്സമാണ്. അതിനാൽ തന്നെ ബഹ്റൈനിലെയും കുവൈറ്റിലെയും US താവളങ്ങളെ ലക്ഷ്യമിട്ട് ഏത് ചെറിയ സൈനിക നീക്കവും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ അപ്രമാദിത്വത്തിനും ആഗോള സ്വാധീനത്തിനും നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് സൂപ്പർ പവറായ അമേരിക്കയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നാണ്. വാഷിംഗ്ടണിൽ നിന്നുള്ള തീരുമാനങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ തന്നെ തിരിച്ചുവിടാൻ പോകുന്നതാണ്. അമേരിക്ക തങ്ങളുടെ സൈനിക ശക്തി പൂർണ്ണമായും ഉപയോഗിച്ച് ഇറാനെതിരെ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നീങ്ങുമോ, അതോ പരമാവധി നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനായി അന്താരാഷ്ട്ര സഖ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതിരോധം ശക്തമാണ്. ചൈന, റഷ്യ തുടങ്ങിയ വൻ ശക്തികളുടെ പരോക്ഷമായ പിന്തുണയും യമനിലെ ഹൂതികൾ, ലെബനിലെ ഹിസ്ബുള്ള തുടങ്ങിയ സായുധ ഗ്രൂപ്പുകളുടെ ശക്തമായ ശൃംഖലയും ഇറാന് ആത്മവിശ്വാസം നൽകുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ഈ പുതിയ ഏറ്റുമുട്ടൽ ഇനി ഒരിക്കലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു വ്യക്തിഗത പ്രശ്നമായി അവശേഷിക്കുന്നില്ല. ഈ പ്രതിസന്ധി ലോകത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തെ ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. കാരണം ഹോർമുസ് കടലിടുക്കിലെ നേരിയ അസ്വസ്ഥത പോലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇത് വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുകയും ആഗോളതലത്തിൽ കനത്ത വിലക്കയറ്റത്തിന് വഴി തുറക്കുകയും ചെയ്യും. കൂടാതെ ചരക്ക് കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുന്നത് അന്താരാഷ്ട്ര വ്യാപാര ശൃംഖലയെ പൂർണ്ണമായും നിശ്ചലമാക്കും. കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം ലോകത്തിൻ്റെ ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക ഭദ്രത, അന്താരാഷ്ട്ര നിയമങ്ങളുടെ നിലനിൽപ്പ് എന്നിവയെല്ലാം പശ്ചിമേഷ്യയിലെ ഈ പുതിയ സംഭവവികാസങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടാകുന്ന ചെറിയൊരു സൈനിക നീക്കമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്താവനയോ പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാമെന്നതിനാൽ ലോകരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയും ആശങ്കയോടെയുമാണ് പശ്ചിമേഷ്യയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നത്.